രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി ഇന്ത്യൻ റെയിൽവേ മുന്നോട്ടു പോവുകയാണ്. ഈ മാസം തന്നെ 2 പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറങ്ങുമെന്ന് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അധികൃതർ വ്യക്തമാക്കി. 16 കോച്ചുകളുള്ള ആധുനിക സ്ലീപ്പർ റേക്കുകളാണ് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ 2 എണ്ണം മാത്രമാണ്. അവ ഹൗറ ഗുവാഹത്തി റൂട്ടിലാണ് ഓടുന്നത്. ഈ മാസം പുറത്തിറങ്ങുന്ന 2 പുതിയ ട്രെയിനുകൾ ഏത് റൂട്ടിലാകും സർവീസ് നടത്തുകയെന്ന കാര്യത്തിൽ റെയിൽവേ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ പുതിയ റൂട്ടുകൾക്കായി കാത്തിരിപ്പ് ശക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് അനുവദിക്കുമോ എന്ന ചർച്ചകൾ സജീവമാണ്. കേരളത്തിന് സ്ലീപ്പർ വന്ദേ ഭാരത് അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുമ്പ് സൂചനകൾ നൽകിയിരുന്നു. ഈ വർഷമാകെ 12 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കാനാണ് പദ്ധതിയെന്ന് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതിൽ ഒരു സർവീസ് കേരളത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് യാത്രക്കാർക്കുള്ളത്. പരിഗണനയിലുള്ള പ്രധാന റൂട്ടുകൾ: തിരുവനന്തപുരം മംഗളൂരു. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെയും കടന്നുപോകുന്ന രീതിയിൽ തിരുവനന്തപുരം മുതൽ മംഗളൂരു വരെ സ്ലീപ്പർ സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തെയും തെക്കേ അറ്റത്തെയും ബന്ധിപ്പിക്കുന്ന ഈ റൂട്ട് വ്യാപാര യാത്രാ ആവശ്യങ്ങൾക്ക് നിർണായകമാണ്. ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ആധുനിക സ്ലീപ്പർ സൗകര്യം ലഭിക്കുന്നത് യാത്രക്കാരുടെ സമ്മർദ്ദം കുറയ്ക്കുമെന്ന വിലയിരുത്തലുണ്ട്. തിരുവനന്തപുരം ചെന്നൈ. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റൂട്ടാണ് തിരുവനന്തപുരം ചെന്നൈ. ഇരു സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ പ്രഖ്യാപിച്ചാൽ രാഷ്ട്രീയപരമായും ശ്രദ്ധ നേടാനിടയുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യാപാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റൂട്ടായതിനാൽ യാത്രക്കാരുടെ തിരക്ക് ഏറെയാണ്. തിരുവനന്തപുരം ബംഗളൂരു. IT മേഖലയിലെ തൊഴിലാളികളും വിദ്യാർത്ഥികളും വ്യാപകമായി ഉപയോഗിക്കുന്ന റൂട്ടാണ് തിരുവനന്തപുരം ബംഗളൂരു. നിലവിലെ ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭ്യത കുറവാണെന്ന പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേഗതയേറിയ സ്ലീപ്പർ സർവീസ് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട സസ്പെൻഷൻ, കുറഞ്ഞ ശബ്ദനില, എയർലൈൻ മാതൃകയിലുള്ള ബർത്തുകൾ, ബയോവാക്വം ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് എത്തുന്നത്. രാത്രി ദൈർഘ്യമേറിയ യാത്രകൾ കൂടുതൽ സുഖകരമാക്കുന്നതാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ എനർജി എഫിഷ്യന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഡോർ ക്ലോസിംഗ്, CCTV നിരീക്ഷണം, ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത സ്ലീപ്പർ ട്രെയിനുകളേക്കാൾ കൂടുതൽ വേഗതയും സമയനിഷ്ഠയും ഉറപ്പാക്കുമെന്നതാണ് റെയിൽവേയുടെ അവകാശവാദം. കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദക്ഷിണേന്ത്യയിൽ ഒരു സ്ലീപ്പർ വന്ദേ ഭാരത് പ്രഖ്യാപനം രാഷ്ട്രീയപരമായും ശ്രദ്ധേയമാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ചെന്നൈ അല്ലെങ്കിൽ തിരുവനന്തപുരം ബംഗളൂരു റൂട്ടുകൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇരു സംസ്ഥാനങ്ങളിലുമുള്ള വലിയൊരു യാത്രക്കാരുടെ വിഭാഗത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കും. യാത്രക്കാരുടെ കണക്കുകൾ, നിലവിലെ ട്രെയിനുകളുടെ ഒക്യുപ്പൻസി നിരക്ക്, ട്രാക്ക് ശേഷി, മെയിന്റനൻസ് സൗകര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. അതിനാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ലഭിക്കുമോ എന്നത് അടുത്ത ദിവസങ്ങളിലെ റെയിൽവേ പ്രഖ്യാപനങ്ങൾ നിർണ്ണയിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ യാത്രക്കാർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.